നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല. ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും. മേടം രാശി ചന്ദ്ര ചിഹ്നമനുസരിച്ച് കേതു 5-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ അവയവങ്ങളിലൊന്നിൽ വേദനയോ സമ്മർദ്ദമോ അനുഭവപ്പെടാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുമ്പോൾ ഏതെങ്കിലും രോഗത്തെക്കുറിച്ച് അശ്രദ്ധരാകാതിരിക്കുക. അല്ലെങ്കിൽ ഭാവിയിൽ ആ പ്രശ്നം നിങ്ങൾക്ക് വലിയ പ്രശ്നമായി തീരും. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഭൂമി, പൂർവിക സ്വത്ത് എന്നിവ മൂലം നിങ്ങളുടെ വരുമാനം ഈ ആഴ്ച വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആ പണം സമ്പാദിക്കുമ്പോൾ ഒരു നല്ല സ്കീമിൽ വീണ്ടും നിക്ഷേപിക്കാനും നിങ്ങൾ തീരുമാനിക്കാം. അശ്രദ്ധമായ പെരുമാറ്റം മൂലം നിങ്ങൾ വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ഈ ആഴ്ച നിങ്ങളെ പ്രകോപിപ്പിച്ചേക്കാം. അതിനാൽ അവരുടെ സ്വഭാവം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവരോട് നന്നായി പെരുമാറാനും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ വൈരുദ്ധ്യങ്ങൾ നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ നെഗറ്റീവ് ഫലം നിങ്ങളുടെ ജോലിയിൽ തടയും. അത്തരമൊരു സാഹചര്യത്തിൽ അമിതമായി ചിന്തിക്കാതെ പ്രതികൂല സാഹചര്യങ്ങൾ അവസാനിക്കാൻ നിങ്ങൾ ശരിയായ സമയം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നിയമം മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം സാധാരണയേക്കാൾ മികച്ചതായിരിക്കും. ഈ ആഴ്ച നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു വിദേശ സർവകലാശാലയിൽ പ്രവേശനം നേടുന്നതിനുള്ള നല്ല വാർത്ത സുഹൃത്ത് വഴി നിങ്ങൾക്ക് ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ശ്രമങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പുതുമയുള്ള സംരംഭങ്ങളിലൂടെ പുതിയ ഒരു തുടക്കത്തിലേക്ക് കടക്കുക. സന്തോഷവാർത്ത പ്രചരിപ്പിക്കാനും നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാനും നിങ്ങൾക്ക് ഉടൻ തന്നെ കഴിയും. എല്ലാ സ്വാഗതാർഹമായ ഗാർഹിക മെച്ചപ്പെടുത്തലുകളും ആഴ്ച അവസാനത്തോടെ പൂർത്തിയാകണം. മറ്റൊരാളെ നിങ്ങളുടെ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാൻ പതിവ് കഠിനാധ്വാനം ആവശ്യമാണ്. നക്ഷത്രാധിപനായ കേതുവും രാശിയുടെ അധിപനായ ചൊവ്വയും യോഗം ചെയ്യുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കാം. ഒറ്റക്കല്ല, പിൻബലമായി ഒരുപാട് പേരുണ്ടെന്ന തോന്നൽ ശക്തമാവും. എങ്കിലും ആലോചനകൾ കാടുകയറാനിടയുണ്ട്. ഭാവന ഉണ്മയെ വിഴുങ്ങാം. കർത്തവ്യ നിർവഹണത്തിൽ ഒരുപടി മുന്നേ നിൽക്കുന്നതിനാവും. മറ്റുള്ളവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ സാധിച്ചേക്കാം. അനുരഞ്ജന ശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. ചൊവ്വയും ബുധനും അഷ്ടമരാശിക്കൂറാകയാൽ സംയമം അനിവാര്യം. സാഹസകർമ്മങ്ങൾ ഒഴിവാക്കണം. മറ്റു ദിവസങ്ങളിൽ മനസുഖം, ഭക്ഷണപ്രീതി, ന്യായമായ വിശ്രമം ഇവയുണ്ടാവുന്നതാണ്. അനാവശ്യമായ തിടുക്കം ഒഴിവാക്കണം. പഞ്ചമഭാവത്തിലെ കേതുകുജയോഗം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചേക്കാം. തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുമിടയുണ്ട്. പ്രവൃത്തിയിൽ ആലസ്യം വരാം. ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുകയാൽ ഭൗതികമായി തരക്കേടില്ലാത്ത കാലമാണ്. ഭോഗസുഖമുണ്ടാവും. നവീന ഗൃഹ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനായേക്കും. ഔദ്യോഗികമായ തിരക്കുകൾ പതിവിലും വർദ്ധിക്കാം. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അഷ്ടമരാശിയാകയാൽ സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണം. പുതുകാര്യങ്ങൾ തുടങ്ങരുത്. ഇടവം രാശി ചന്ദ്ര ചിഹ്നമനുസരിച്ച് കേതു 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചിരുന്ന ശാരീരിക മാനസിക അസുഖങ്ങളുടെ യഥാർത്ഥ കാരണം നിങ്ങളുടെ വിഷമമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇവ ഒഴിവാക്കാൻ സ്വയം സന്തോഷമുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ അപകടസാധ്യതയുള്ള എല്ലാ പദ്ധതികളും നിങ്ങളുടെ പണനഷ്ടത്തിന് വഴിവെക്കും. അതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വലിയ കുഴപ്പങ്ങളിൽ അകപ്പെടാം. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിലെ പല അംഗങ്ങളുടെയും ആരോഗ്യപ്രശ്നങ്ങൾ നിങ്ങളെ സമ്മർദ്ദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നയിക്കും. അതിനാൽ തുടക്കം മുതൽ വീടിന്റെ ശുചിത്വം പരിപാലിക്കുക. കൂടുതൽ മസാലകൾ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് ഒഴിവാക്കുക. ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി കണ്ടുമുട്ടുന്നത് തുടക്കത്തിൽ തന്നെ വളരെ ആവേശകരമാകും. എന്നാൽ സംഭാഷണത്തിനിടയിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വാദങ്ങൾ അത് ദീർഘനേരം നീണ്ടുനിൽക്കാൻ അനുവദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് പ്രശ്നകാരമായി ഭവിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച തന്നെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയും ലഭിക്കും. ഇതുകൂടാതെ നിങ്ങൾ നടത്തിയ യാത്രകളും ഈ കാലയളവിൽ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ നൽകും. നിങ്ങളുടെ ജാതകത്തിലെ പല ശുഭഗ്രഹങ്ങളുടെയും പ്രഭാവം നിങ്ങളുടെ താൽപ്പര്യത്തിൽ കാണാം. ഈ ആഴ്ച അത്തരം എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് വിട്ടുനിൽക്കേണ്ടിവരും. ഇത് അവരുടെ പ്രതിച്ഛായയെയും അവരുടെ അക്കാദമിക് ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. കാരണം ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കും. ചന്ദ്രൻ നിങ്ങളുടെ രാശിയുമായി സഹാനുഭൂതിയോടെ ആഴ്ച ആരംഭിക്കുന്നു. അതിനാൽ എല്ലാവരെയും എല്ലാറ്റിനെയും കുറിച്ച് പൂർണ്ണമായും ശുഭാപ്തിവിശ്വാസം പുലർത്താൻ നിങ്ങൾക്ക് കഴിയും. ഒരു നിർഭാഗ്യകരമായ പിണക്കം പരിഹരിക്കാൻ ആഴ്ചയുടെ മധ്യത്തിലെ ഏത് സൗഹൃദ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാര്യങ്ങൾ ഉള്ളതുപോലെ വൈകാരികമായി വിള്ളലുകൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് താങ്ങാനാവില്ല. കാര്യകാരണബോധത്തോടെ പ്രവർത്തിക്കുന്നതിൽ വിജയിക്കും. നിലപാടുകൾ ഒപ്പമുള്ളവരെ അസന്ദിഗ്ധമായി ബോധിപ്പിക്കും. സംഘാടന മികവ് അഭിനന്ദിക്കപ്പെടാം. വിയോജിക്കുന്നവരെ അവഗണിക്കാൻ മടിക്കില്ല. സ്വന്തം തൊഴിലിൽ വളർച്ചയുണ്ടാവുന്ന കാലമാണ്. വിപണിയുടെ സ്പന്ദനം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തും. പ്രണയികൾക്ക് സന്തോഷിക്കാനാവും. കുടുംബജീവിതത്തിലും പാരസ്പര്യം ദൃഢമാകും. നിക്ഷേപങ്ങൾ കരുതലോടെ വേണം. ചൊവ്വ, ബുധൻ, ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്.
കഴിവും പ്രതിഭാവിലാസവും തെളിയിക്കുന്നതിനുള്ള ധാരാളം അവസരങ്ങൾ മുന്നിലുണ്ടാവും. ചില വിജയങ്ങളെ ആർക്കും തടക്കാനാവില്ല. മേലധികാരികളുടെ അനുമോദനം ലഭിക്കും. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിസമയം അല്പം അസൗകര്യം സൃഷ്ടിച്ചേക്കാം. ഉപരിപഠനം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ആശങ്കകൾ വരും. 4-ാമിടത്തിലെ കേതുകുജയോഗം മനഃശാഞ്ചല്യത്തിന് കാരണമാവുന്നതാണ്. ധനവരവ് മോശമാവില്ല, എന്നാൽ ആഡംബര ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. അതു സംബന്ധിച്ച ചില സ്വൈരക്കേടുകൾ വീട്ടിൽ നിന്നും ഉയരാം. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ജാഗ്രത കുറയരുത്. അനുകൂലതകൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന വാരമാണ്. അല്പമായ പരിശ്രമം പോലും ഫലവത്താകും. ന്യായമായ ആവശ്യങ്ങൾ നടന്നുകിട്ടുന്നതാണ്. ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ചില അവ്യക്തതകൾ വരാം. തീരുമാനം വൈകിയേക്കും. ആഡംബര ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. മിഥുനക്കൂറുകാർക്ക് പ്രണയം സുരഭിലമാവും. തൊഴിലിടത്തിൽ ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യും. മേലധികാരികൾ ആധികാരിക അഭിപ്രായം തേടുന്നതായിരിക്കും. വിരോധികളെ തമസ്കരിക്കുന്നതാണ്. ഞായർ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങൾക്ക് മേന്മയേറുന്നതാണ്. മിഥുനം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 10-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ചില സുപ്രധാന ജോലികളിൽ വിജയിച്ചാലും നിങ്ങളുടെ ഊർജ്ജനില കുറയും. ഇതുമൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും. മറ്റെവിടെയെങ്കിലും നിക്ഷേപം നടത്തിയവർക്ക് ഈ ആഴ്ച സാമ്പത്തിക നഷ്ടം നേരിടേണ്ടിവരും. കൂടുതൽ അപകടകരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. മുതിർന്നവരുമായി അഭിപ്രായം കണക്കിലെടുക്കുക. നിങ്ങളുടെ കുട്ടിയുടെ സമ്മാന വിതരണ ചടങ്ങിലേക്കുള്ള ക്ഷണം നിങ്ങൾക്കും കുടുംബത്തിനും സന്തോഷകരമായ ഒരു അനുഭൂതി ആയിരിക്കും. അവർ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ജീവിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ണിൽ സന്തോഷാശ്രുക്കൾ കാണപ്പെടും. നിങ്ങളുടെ മുൻകാല തെറ്റുകൾ, അനുഭവങ്ങൾ എന്നിവയിൽ നിന്ന് സ്വയം വിലയിരുത്തുന്നതിനും മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ഈ സമയം അനുകൂലമാകാം. എന്നാൽ ജോലിയിൽ മറ്റുള്ളവരെക്കാൾ മുന്നേറാനുള്ള മത്സരബോധം നിങ്ങളെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് തടയും. ഇത് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും നിങ്ങളുടെ മുൻകാല തെറ്റുകൾ ആവർത്തിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഭാഗ്യത്തിന്റെ അനുഗ്രഹമുണ്ടാകും. കൂടാതെ അവരുടെ അധ്യാപകരും ഈ സമയത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്നതായി കാണും. കൂടാതെ മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച മറ്റുള്ളവരെ അപേക്ഷിച്ച് മികച്ചതായിരിക്കും. ഈ സമയത്ത് എല്ലാ പരീക്ഷയിലും കഠിനാധ്വാനമനുസരിച്ച് നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും. അതിനാൽ ആളുകൾ നിങ്ങളെ പ്രശംസിക്കുന്നതിൽ മടുക്കില്ല. സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഗ്രഹമായ ശുക്രൻ മുന്നോട്ട് നീങ്ങുകയാണ്. അതിനാൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു വ്യക്തിഗത ചക്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്നുപോകും. ഞാൻ നിങ്ങളാണെങ്കിൽ എല്ലാ കുടുംബ ബന്ധങ്ങളും ഉറച്ച നിലയിലാണെന്നും തെറ്റിദ്ധാരണകൾ അവശേഷിക്കില്ലെന്നും ഉറപ്പാക്കും. നിങ്ങളുടെ വികാരങ്ങൾ മാറിയിട്ടുണ്ട്, പക്ഷേ പങ്കാളികളുടെ പ്രതീക്ഷകൾ അതേപടി തുടരും. അനുകൂലതകൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന വാരമാണ്. അല്പമായ പരിശ്രമം പോലും ഫലവത്താകും. ന്യായമായ ആവശ്യങ്ങൾ നടന്നുകിട്ടുന്നതാണ്. ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ചില അവ്യക്തതകൾ വരാം. തീരുമാനം വൈകിയേക്കും. ആഡംബര ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. മിഥുനക്കൂറുകാർക്ക് പ്രണയം സുരഭിലമാവും. തൊഴിലിടത്തിൽ ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യും. മേലധികാരികൾ ആധികാരിക അഭിപ്രായം തേടുന്നതായിരിക്കും. വിരോധികളെ തമസ്കരിക്കുന്നതാണ്. ഞായർ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങൾക്ക് മേന്മയേറുന്നതാണ്. സംതൃപ്തിയുണ്ടാവും. വീട്ടിലും കർമ്മമേഖലയിലും ദൗത്യങ്ങൾ തടസ്സം കൂടാതെ നിർവഹിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ കുറയില്ല. മുൻപ് പരിശ്രമിച്ചു പരാജയപ്പെട്ടവയിൽ ഇപ്പോൾ വിജയിക്കാം എന്ന സ്ഥിതി സംജാതമാകും. വിപൽധൈര്യം പ്രശംസിക്കപ്പെടും. അനുരാഗികൾക്ക് ഭാവി പ്രതീക്ഷ ദൃഢമാകുന്നതാണ്. സഹോദരരുടെ പിൻബലം ആശ്വാസം നൽകും. ദാമ്പത്യത്തിൽ സുഖമനുഭവിക്കും. വസ്തുവിൽപ്പനയിലെ വിഘ്നങ്ങൾ ഒഴിയാം. പാരിതോഷികം ലഭിക്കാം. പുതിയ ഫർണിച്ചറുകൾ വാങ്ങിയേക്കും. ഞായർ, തിങ്കൾ, ശനി ദിവസങ്ങൾക്ക് ഗുണം കുറയും. പ്രധാന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും. സ്വന്തം കഴിവിൽ അഭിമാനിക്കാറാവും. ബിസിനസ്സിൽ വിജയം കണ്ടുതുടങ്ങും. വലിയ പ്രോജക്റ്റുകൾ ആസൂത്രണം ചെയ്തതുപോലെ ആരംഭിക്കാൻ കഴിയും. സഹായ വാഗ്ദാനങ്ങൾ സമയത്തുതന്നെ കരഗതമാവും. മക്കളുടെ ശ്രേയസ്സിൽ പുറത്തു കാട്ടാതെ ആഹ്ലാദിക്കും. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നും ആദായം കിട്ടിത്തുടങ്ങുന്നതാണ്. അനുരാഗികൾക്ക് നല്ല കാലമാണ്. ദൈവസമർപ്പണങ്ങൾ നിർവിഘ്നം പൂർത്തിയാക്കും. ചൊവ്വ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സൗഖ്യം പ്രതീക്ഷിക്കാം. കർക്കിടകം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 9-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയുടെ തുടക്കം നിങ്ങളുടെ ആരോഗ്യ ജീവിതത്തിന് അത്ര അനുകൂലമാകില്ല. എന്നിരുന്നാലും ഇത് വാരാന്ത്യത്തിൽ മെച്ചപ്പെടും. അതിനാൽ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത്. ഏതു തരത്തിലുള്ള ചെറിയ റിയൽ എസ്റ്റേറ്റ്, സാമ്പത്തിക ഇടപാടുകൾക്കും ഈ ആഴ്ച വളരെ നല്ലതാണ്. എന്നിരുന്നാലും ഇപ്പോൾ വലിയ നിക്ഷേപം നടത്താതിരിക്കുക. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു വലിയ അല്ലെങ്കിൽ പരിചയസമ്പന്നമായ വ്യക്തിയുടെ സഹായം സ്വീകരിച്ചതിനുശേഷം മാത്രമേ നിങ്ങളുടെ പണം ഏതെങ്കിലും വലിയ നിക്ഷേപത്തിൽ നിക്ഷേപിക്കാവൂ. നിങ്ങളുടെ കുട്ടിയുടെ സമ്മാന വിതരണ ചടങ്ങിലേക്കുള്ള ക്ഷണം നിങ്ങൾക്കും കുടുംബത്തിനും സന്തോഷകരമായ ഒരു അനുഭൂതി ആയിരിക്കും. അവർ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ജീവിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ണിൽ സന്തോഷാശ്രുക്കൾ കാണപ്പെടും. നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായും തകർക്കുന്ന വിധത്തിൽ ഈ ആഴ്ച അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയും.
ഇതുമൂലം നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. ഈ ആഴ്ച സംയമനവും ധൈര്യവും പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും മൈതാനത്തെ നിരവധി സഹപ്രവർത്തകർ നിങ്ങളെ എതിർക്കുന്നത് പോലെ സമാനമായ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കാം. ഈ ആഴ്ച നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ചില മാറ്റങ്ങളുണ്ടാകും. കൂടാതെ ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം ഈ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയും. ഇതിനുശേഷം ആഴ്ചയുടെ അവസാനം പുനർവിദ്യാഭ്യാസത്തിനുള്ള നല്ല സമയമായിരിക്കും. കൂടാതെ നിങ്ങൾ മികച്ച നേട്ടങ്ങൾ നേടുകയും ചെയ്യും. ഗ്രഹങ്ങളിൽ നിന്നുള്ള സംഘട്ടനങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും ഒരു പരമ്പര തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ വ്യക്തിപരമായും തൊഴിൽപരമായും വൈകാരികമായും കണ്ടെത്തലിന്റെയും സാഹസികതയുടെയും ഒരു പുതിയ യാത്ര ആരംഭിക്കാൻ പോകുന്നു എന്നാണ് ഇതിനർത്ഥം. വിശ്രമിക്കൂ, ആസ്വദിക്കൂ, പ്രധാന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും. സ്വന്തം കഴിവിൽ അഭിമാനിക്കാറാവും. ബിസിനസ്സിൽ വിജയം കണ്ടുതുടങ്ങും. വലിയ പ്രോജക്റ്റുകൾ ആസൂത്രണം ചെയ്തതുപോലെ ആരംഭിക്കാൻ കഴിയും. സഹായ വാഗ്ദാനങ്ങൾ സമയത്തു തന്നെ കരഗതമാവും. മക്കളുടെ ശ്രേയസ്സിൽ പുറത്തു കാട്ടാതെ ആഹ്ലാദിക്കും. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നും ആദായം കിട്ടിത്തുടങ്ങുന്നതാണ്. അനുരാഗികൾക്ക് നല്ല കാലമാണ്. ദൈവസമർപ്പണങ്ങൾ നിർവിഘ്നം പൂർത്തിയാക്കും. ചൊവ്വ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സൗഖ്യം പ്രതീക്ഷിക്കാം. ജന്മരാശിയിൽ നിന്നും ചൊവ്വ മാറിയത് ആശ്വാസമേകും. എന്നാലും വാക്സ്ഥാനത്ത് പാപഗ്രഹങ്ങൾ യോഗം ചെയ്യുകയാൽ വാക്കിൽ കരുതൽ വേണം. പ്രതീക്ഷിച്ച വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടാം. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ ശ്രമിക്കും. ഇടയ്ക്കിടെ ആലസ്യമുണ്ടാവും. സൽക്കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കും. സർക്കാർ ഓഫീസുകളിലെ ദൗത്യം വിജയിക്കുന്നതാണ്. ബന്ധുക്കളുടെ തർക്കത്തിൽ ഇടപെടുന്നത് കരുതലോടെയാവണം. ആരോഗ്യപ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം വേണ്ടി വരുന്നതാണ്. ഞായർ മുതൽ ചൊവ്വ വരെയുള്ള ദിവസങ്ങൾക്ക് ഗുണം കുറയുന്നതാണ്. ബുധനും വ്യാഴവും 12-ൽ സഞ്ചരിക്കുകയാൽ കുടുംബ ദൈവിക കാര്യങ്ങൾക്കായി യാത്രയുണ്ടാവും. തത്സംബന്ധമായ ചെലവുകളും ഭവിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച അറിയിപ്പുകൾ കിട്ടാം. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. കച്ചവടത്തിൽ ലാഭം സാമാന്യമായിട്ടാവും. കടം കൊടുത്ത തുക മടക്കിക്കിട്ടാൻ പ്രയത്നം വേണ്ടിവരും. ജന്മനക്ഷത്രത്തിൽ നിന്നും ചൊവ്വ മാറിയതിനാൽ ദേഹക്ലേശത്തിനും മനസ്സംഘർഷത്തിനും അയവുണ്ടാവും. എന്നാൽ വാക്സ്ഥാനത്തിൽ ചൊവ്വ കേതു സഞ്ചരിക്കുകയാൽ തർക്കങ്ങളിൽ ഏർപ്പെടാം. ചിങ്ങം രാശി. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ കാലയളവിൽ പ്രാണായാമം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല പ്രശ്നങ്ങളും മറികടക്കാൻ കഴിയും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഈ ആഴ്ച നിങ്ങളുടെ ഊർജ്ജം പല കാര്യങ്ങളിലും ചെലവഴിക്കുന്നതിനു പകരം ആവശ്യമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ അർപ്പണബോധവും കഠിനാധ്വാനവും ഈ ആഴ്ച ആളുകൾ ശ്രദ്ധിക്കും. ഇതുമൂലം നിങ്ങൾക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ നിങ്ങളുടെ ജീവിത പങ്കാളി ഏത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കും. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. അത് നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം നൽകും. ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച കുടുംബ ബിസിനസ്സുകാർക്ക് അവരുടെ വീട്ടിലെ മുതിർന്നവരുടെ പിന്തുണയോടെ അവർക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അതിനാൽ നിങ്ങൾക്ക് നിരവധി പുതിയ ഉപഭോക്താക്കളും ഉറവിടങ്ങളും സ്ഥാപിക്കാൻ കഴിയും. ഈ ആഴ്ച എഞ്ചിനീയറിംഗ്, നിയമം, മെഡിക്കൽ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയം നേരെയാകും. ഈ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നതിൽ അവർക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകാം. മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടനത്തിന്റെ അഭാവം കാരണം അവർ സഹിക്കേണ്ടിവരും. നിങ്ങളുടെ രാശിയിലെ പ്രധാന ഗ്രഹം ഇപ്പോഴും ബുധനാണ്. അത് മിഥ്യാധാരണകളുടെയും ആത്മവിശ്വാസ തന്ത്രങ്ങളുടെയും അധിപനാണ്. തമാശ മാറ്റി നിർത്തിയാൽ ചില സമർത്ഥമായ കാൽവപ്പുകൾ കൊണ്ട് നിങ്ങൾക്ക് പുറത്തുകടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവുമില്ല. ഭാവി സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. ഈ വാരം ഔദ്യോഗികമോ വ്യക്തിപരമോ ആയ യാത്രകൾ വേണ്ടിവരുന്നതാണ്. സുഹൃത്സംഗമത്തിൽ സംബന്ധിക്കും. ബിസിനസ്സിൽ കൂടുതൽ ധനം മുതലിറക്കുന്നത് നന്നായി ആലോചിച്ചാവണം. സാമ്പത്തികമായ അമളികൾ വരാനിടയുണ്ട്. പണയവസ്തുക്കളുടെ വായ്പ തിരിച്ചടവ് വൈകുന്നതാണ്. ജന്മരാശിയിലെ ചൊവ്വയും കേതുവും അനാവശ്യ ക്ഷോഭങ്ങൾ സൃഷ്ടിക്കാം. വാരത്തിന്റെ ആദ്യ അവസാന ദിവസങ്ങൾക്കാവും മേന്മ കൂടുതൽ. സ്വസ്ഥതയും അസ്വസ്ഥതയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ബന്ധുസമാഗമം സന്തോഷമേകും. ധനവരവ് തൃപ്തികരമാവും. എന്നാൽ ചെലവും കൂടുന്നതാണ്. മേലധികാരികളുടെ പ്രീതി നേടും. സഹപ്രവർത്തകരുടെ പിന്തുണ കുറയുന്നതായി അനുഭവപ്പെടുന്നതാണ്. ഗൃഹത്തിന് ചെറിയ തോതിൽ അറ്റകുറ്റപ്പണി വേണ്ടിവന്നേക്കും. വാഹനം ഉപയോഗിക്കുന്നതിൽ കരുതലുണ്ടാവണം. മകം നാളിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഉത്രം നാളിൽ സഞ്ചരിക്കുന്ന കേതുവും അക്ഷരാർത്ഥത്തിൽ തന്നെ ചെകുത്താനും കടലിനുമിടയിൽ എന്ന സ്ഥിതിയിൽ കൊണ്ടു ചാടിക്കാം. കേതു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് എന്നത് ഓർമ്മയിലുണ്ടാവണം. ദുസ്സാഹസങ്ങൾക്ക് മുതിരരുത്. അമിതമായ ആത്മവിശ്വാസം നന്നല്ല. ഇഷ്ടവസ്തുക്കൾ വാങ്ങാൻ ചെലവുണ്ടാവും. വേണ്ടപ്പെട്ടവരെ കാണാനും അവരുമായി ആഹ്ലാദം പങ്കിടാനും സന്ദർഭം വന്നെത്തും. വിദേശത്തുനിന്നും മകളുടെ ധനം വന്നുചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനുള്ള അറിയിപ്പ് ലഭിക്കാം. ജോലിസ്ഥലത്ത് പൂർണ്ണ തൃപ്തിയുണ്ടാവും എന്നു പറയാനാവില്ല. കന്നി രാശി.
ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 10ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം മുമ്പത്തേതിനേക്കാൾ മികച്ചതാകും. എന്നിരുന്നാലും ചില ദീർഘകാല പ്രശ്നങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കാം. ഈ സമയത്ത് നിങ്ങൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം അകന്നുനിൽക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 7ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ വരുമാനത്തിലെ തുടർച്ചയായ വർധനവ് കാരണം ഈ ചെലവുകളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകില്ല. മാത്രമല്ല നിങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കായി കുറച്ച് ചെലവഴിക്കാനും നിങ്ങൾക്ക് കഴിയും. അതിനാൽ വരുമാനവും ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതാണ്. ഈ ആഴ്ച ഏത് തീരുമാനത്തെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും. അതിനാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് എതിരാകുകയും നിങ്ങളുടെ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ വിസമ്മതിക്കുകയും ചെയ്യാം. ഈ ആഴ്ച നിങ്ങൾക്ക് പുതിയതും വലുതുമായ നിരവധി വെല്ലുവിളികൾ നേരിടാം. പ്രത്യേകിച്ചും നിങ്ങൾ നയതന്ത്രപരമായി കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജോലിസ്ഥലത്ത് ഗൂഢാലോചനയിൽ ഏർപ്പെടാം. അതിനാൽ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു പുതിയ പുസ്തകം വാങ്ങാൻ കഴിയും. അത് ഇതിനകം നിങ്ങളുടെ കയ്യിലുള്ളതായിരിക്കും. അതുമൂലം നിങ്ങളുടെ പണം പാഴാകാം. അത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. സംസാരിക്കാനുള്ള സമയമാണിത്. ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾക്ക് ശരിക്കും എന്താണ് തോന്നുന്നതെന്ന് അറിയാത്ത പക്ഷം നിങ്ങളെ ഉപദേശിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോൾ വ്യക്തവും തുറന്നതും സത്യസന്ധനുമാണെങ്കിൽ ആഴ്ചാവസാനം സാധ്യതയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനുള്ള മികച്ച അവസരം നിങ്ങൾക്ക് ലഭിക്കും. കേതു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് എന്നത് ഓർമ്മയിലുണ്ടാവണം. ദുസ്സാഹസങ്ങൾക്ക് മുതിരരുത്. അമിതമായ ആത്മവിശ്വാസം നന്നല്ല. ഇഷ്ടവസ്തുക്കൾ വാങ്ങാൻ ചെലവുണ്ടാവും. വേണ്ടപ്പെട്ടവരെ കാണാനും അവരുമായി ആഹ്ലാദം പങ്കിടാനും സന്ദർഭം വന്നെത്തും. വിദേശത്തുനിന്നും മകളുടെ ധനം വന്നുചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനുള്ള അറിയിപ്പ് ലഭിക്കാം. ജോലിസ്ഥലത്ത് പൂർണ്ണ തൃപ്തിയുണ്ടാവുമെന്നു പറയാനാവില്ല. കാര്യനിർവഹണത്തിൽ ശുഷ്കാന്തിയുണ്ടാവും. ആസൂത്രണ മികവിന് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും. ഒപ്പമുള്ളവരുടെ സഹകരണക്കുറവിൽ വിഷമിക്കാം. വായ്പാ തിരിച്ചടവുകൾ മുടങ്ങില്ല. ധനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. 12ൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുകയാൽ പാഴ്ചെലവുകൾ വന്നേക്കാം. ഉപാസന, ദൈവസമർപ്പണം ഇവയ്ക്ക് നേരം കണ്ടെത്തുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ ഉത്സാഹിക്കും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അപ്രായോഗികമായി അനുഭവപ്പെടാം. വാരാന്ത്യത്തെക്കാൾ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ ഗുണകരമാവും. തുലാക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കൂടാം. സംഘടനകളിൽ നേതൃപദവി ലഭിക്കും. മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ്. പ്രതീക്ഷിച്ച സാമ്പത്തിക സഹായം സിദ്ധിക്കും. സുഖഭക്ഷണയോഗം, ന്യായമായ വിശ്രമം ഇവ ലഭിക്കും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും. ഭൂമി വിൽക്കുന്നതിന്റെ അഡ്വാൻസ് തുക കിട്ടാം. സാമൂഹിക മാധ്യമങ്ങളിൽ പിന്തുടരുന്നവരുടെ എണ്ണം കൂടും. കന്നിക്കൂറുകാർ വരവും ചെലവും പൊരുത്തപ്പെടുത്താൻ കഴിയാതെ വിഷമിക്കും. സാംക്രമിക രോഗങ്ങൾ വലക്കാനിടയുണ്ട്. ഉദ്ദേശരഹിതമായ യാത്രകളിൽ ഏർപ്പെടാം. തുലാം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ഗ്രഹങ്ങളുടെയും ശുഭവീക്ഷണം നിങ്ങളുടെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുകയും അതേസമയം വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കും. അതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ മനസ്സിന് സന്തോഷമായി തുടരാൻ കഴിയും. ഈ ആഴ്ച തുടക്കം മുതൽ തന്നെ പണം ലാഭിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും നിങ്ങളുടെ അടുത്തവരുമായും കാര്യങ്ങൾ സംസാരിക്കുക. അല്ലാത്തപക്ഷം ആഴ്ചാവസാനത്തോടെ സാമ്പത്തിക തടസ്സങ്ങൾ കാരണം നിരവധി പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. കുടുംബജീവിതത്തിൽ ഈ ആഴ്ച എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ വിവേചനാധികാരം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധ്യതയുള്ളതിനാൽ വീട്ടിലെ കുട്ടികളുടെ മോശം ശീലത്തെ മാറ്റാൻ ഇത് സഹായിക്കും. അതുകൊണ്ടാണ് അവർക്കായി ചില നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അവരുടെ പഠനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സഹായകമാകും. നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഈ സമയം നിങ്ങൾ ആർക്കെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിക്കണം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ അതിനെ വിഡ്ഢിത്തം എന്ന് പറയാം. ഈ ആഴ്ച നിങ്ങളുടെ മൂത്ത കൂടപ്പിറപ്പുകൾ ചില വിഷയം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങളുടെ മുൻ സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 6ാം ഭാവത്തിൽ വരുന്നതിനാൽ എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾ മറ്റു പാഠ്യപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പഠനങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. ഇത് സൃഷ്ടിപരമായ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളരാൻ അനുവദിക്കും. നിങ്ങളുടെ ഗ്രഹങ്ങളുടെ അമിതമായ സ്വാധീനം നിങ്ങളുടെ ധനകാര്യത്തിൽ അനുഭവപ്പെടുന്നു. ചില വിലയേറിയ വാങ്ങലുകൾ മുന്നിലുണ്ട്. എന്നാൽ ദീർഘവീക്ഷണമുള്ള തുലാം രാശിക്കാർ സമ്പാദ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ജീവിതത്തിന്റെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളെയും നിഗൂഢതകളെയും കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു നിമിഷം കൂടിയാണിത്. തുലാക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കൂടാം. സംഘടനകളിൽ നേതൃപദവി ലഭിക്കും. മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ്. പ്രതീക്ഷിച്ച സാമ്പത്തിക സഹായം സിദ്ധിക്കും. സുഖഭക്ഷണയോഗം, ന്യായമായ വിശ്രമം ഇവ ലഭിക്കും.
കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും. ഭൂമി വിൽക്കുന്നതിന്റെ അഡ്വാൻസ് തുക കിട്ടാം. സാമൂഹിക മാധ്യമങ്ങളിൽ പിന്തുടരുന്നവരുടെ എണ്ണം കൂടും. കന്നിക്കൂറുകാർ വരവും ചെലവും പൊരുത്തപ്പെടുത്താൻ കഴിയാതെ വിഷമിക്കും. സാംക്രമിക രോഗങ്ങൾ വലക്കാനിടയുണ്ട്. ഉദ്ദേശരഹിതമായ യാത്രകളിൽ ഏർപ്പെടാം. ന്യായമായ ആവശ്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. മുൻപ് പിണക്കത്തിൽ കഴിഞ്ഞവർ ഇണക്കത്തിലാവും. ലോണിനുള്ള അപേക്ഷ പരിഗണിക്കപ്പെടാം. രോഗക്ലേശിതർക്ക് ആശ്വസിക്കാനാവും. ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാം. ബന്ധുകലഹങ്ങൾക്ക് ന്യായമായ പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്. ഉപരിപഠനത്തിനുള്ള അറിയിപ്പ് ലഭിക്കാം. വിദേശത്തുള്ളവരുടെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പോംവഴി കിട്ടിയേക്കാം. പ്രണയികൾക്ക് അത്ര നല്ല വാരമല്ല. അകാരണമായ പിണക്കമുണ്ടാവാം. ആദിത്യന്റെ അനിഷ്ടസ്ഥിതി ആലസ്യത്തിനിടയാക്കും. പൂർത്തിയാക്കാം എന്നേറ്റ കാര്യങ്ങൾ പകുതിയിൽ ഉപേക്ഷിക്കേണ്ടി വരാം. രാഷ്ട്രീയക്കാർക്ക് എതിരാളികളെ ഭയക്കേണ്ട സ്ഥിതിയുണ്ടാവും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉചിതമല്ലാത്ത ഷിഫ്റ്റ് കിട്ടിയേക്കും. പണമിടപാടുകളിൽ ജാഗ്രത വേണം. ഭൂമിയിൽ നിന്നുള്ള ആദായം അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉതകാം. വൃശ്ചികക്കൂറുകാർക്ക് ജീവകാരുണ്യ കർമ്മങ്ങൾക്ക് നേരം കണ്ടെത്താൻ കഴിഞ്ഞേക്കും. 4-ാം ഭാവത്തിലെ രാഹു മനക്ലേശത്തിന് കാരണമാകും. മകന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണം. വൃശ്ചികം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഈ സമയത്ത് സമ്മർദ്ദത്തിനും ക്ഷീണത്തിനും കാരണമാകും. ഇത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും. അതിനാൽ ഈ സമയത്ത് വിശ്രമിക്കാൻ ശ്രമിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 8-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച പണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ആശങ്കപ്പെടാം. ഏതെങ്കിലും വിശ്വസനീയമായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം തേടുകയും അവരിൽ നിന്നും സാമ്പത്തിക സഹായവും തേടാവുന്നതാണ്. ഈ ആഴ്ച രാശിക്കാർക്ക് സ്കൂളിലെയോ കോളേജിലെയോ ഏതെങ്കിലും പ്രോജക്റ്റിനായി മുതിർന്നവരുടെയോ കൂടപ്പിറപ്പുകളുടെയോ സഹായം ആവശ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് സമയമുണ്ടാകുമ്പോൾ അവരോടൊപ്പം ഇരുന്നു അവരുടെ അഭിപ്രായം അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രോജക്റ്റിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ജോലിക്കാരായ രാശിക്കാർക്ക് ഈ സമയം നിങ്ങളുടെ ജോലിസ്ഥലത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാൻ സാധ്യത കാണുന്നു. കാരണം ഈ സമയം നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങൾക്കെതിരായി ആലോചിക്കും. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഭാഗ്യത്തിന്റെ അനുഗ്രഹമുണ്ടാകും. കൂടാതെ അവരുടെ അധ്യാപകരും ഈ സമയത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്നതായി കാണും. കൂടാതെ മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച മറ്റുള്ളവരെ അപേക്ഷിച്ച് മികച്ചതായിരിക്കും. ഈ സമയത്ത് എല്ലാ പരീക്ഷയിലും കഠിനാധ്വാനമനുസരിച്ച് നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും. അതിനാൽ ആളുകൾ നിങ്ങളെ പ്രശംസിക്കുന്നതിൽ മടുക്കില്ല. നിങ്ങൾ ശ്രദ്ധാകേന്ദ്രമാകും. കുറഞ്ഞത് കുറച്ച് ദിവസത്തേക്കെങ്കിലും. എല്ലാ കണ്ണുകളും ഇപ്പോൾ നിങ്ങളിലേക്കാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ ചന്ദ്രൻ അതിന്റെ പിന്തുണ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ സാമൂഹികവും രോഗശാന്തിയും പ്രകടിപ്പിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കും. ഇതിലൂടെ ഞാൻ അർത്ഥമാക്കുന്നത് മറ്റുള്ളവർ വീഴുമ്പോൾ നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വരണം എന്നാണ്. ആദിത്യന്റെ അനിഷ്ടസ്ഥിതി ആലസ്യത്തിനിടയാക്കും. പൂർത്തിയാക്കാം എന്നേറ്റ കാര്യങ്ങൾ പകുതിയിൽ ഉപേക്ഷിക്കേണ്ടി വരാം. രാഷ്ട്രീയക്കാർക്ക് എതിരാളികളെ ഭയക്കേണ്ട സ്ഥിതിയുണ്ടാവും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉചിതമല്ലാത്ത ഷിഫ്റ്റ് കിട്ടിയേക്കും. പണമിടപാടുകളിൽ ജാഗ്രത വേണം. ഭൂമിയിൽ നിന്നുള്ള ആദായം അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉതകാം. വൃശ്ചികക്കൂറുകാർക്ക് ജീവകാരുണ്യ കർമ്മങ്ങൾക്ക് നേരം കണ്ടെത്താൻ കഴിഞ്ഞേക്കും. 4-ാം ഭാവത്തിലെ രാഹു മനക്ലേശത്തിന് കാരണമാകും. മകന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണം. ഞായറും തിങ്കളും ലഘുയാത്രകൾ ഉണ്ടാവുന്നതാണ്. ചെലവിന് പല വഴികൾ വന്നേക്കും. ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ തയ്യാറാകും. ആരോഗ്യശ്രദ്ധ വേണ്ടതുണ്ട്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കൃതാർത്ഥത അനുഭവപ്പെടും. ചുമതലകൾ ഭംഗിയായി നിറവേറ്റുവാൻ കഴിയുന്നതാണ്. ധനവിനിയോഗത്തിൽ ഇഷ്ടജനങ്ങളെ പരിഗണിക്കുന്നതിനാൽ ആരോപണത്തിന് വിധേയരാകുന്നതാണ്. വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ അപകർഷത തോന്നും. ചിലരോട് കയർത്തു സംസാരിക്കുന്നതാണ്. മികച്ച അവസരങ്ങൾക്കായി കാത്തിരിക്കും. വിദ്യാർത്ഥികൾ ഇടക്കാല കോഴ്സുകൾ പഠിക്കാൻ ചേരുന്നതാണ്. ബിസിനസ് കാര്യങ്ങൾക്കായി പകരക്കാരെ നിയോഗിക്കും. സംഘടനാ പ്രവർത്തനം പരിമിതപ്പെടുത്താൻ വീട്ടിൽ നിന്നും സമ്മർദ്ദമുണ്ടാവുന്നതാണ്. അയൽ തർക്കങ്ങൾ പരിഹരിക്കും. താലൂക്ക് വില്ലേജ് ഓഫീസുകളിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ശ്രമം തുടരും. സാമ്പത്തിക അമളികൾ പറ്റാതിരിക്കാൻ കരുതൽ വേണ്ടതുണ്ട്. ജീവകാരുണ്യത്തിൽ താൽപ്പര്യമേറുന്നതാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വാഗ്ദാനം പാലിക്കാനാകാതെ വിഷമിക്കും. ആരോഗ്യശ്രദ്ധ വേണം. ധനുരാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ അധിക ജോലിഭാരം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കായി കുറച്ച് സമയം വിശ്രമത്തിനായി മാറ്റിവെക്കേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് മുൻ നിക്ഷേപത്തിൽ നിന്ന് നല്ല പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനാൽ ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള നിങ്ങളുടെ സ്വപ്നവും പൂർത്തീകരിക്കപ്പെടും. എന്നാൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിലെ മുതിർന്നവരോടുകൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ വീടിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനു മുമ്പ് നിങ്ങൾ മറ്റ് അംഗങ്ങളുടെയും അഭിപ്രായം ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ തിരിയാം. നിങ്ങളുടെ ജോലിയിൽ നല്ല ഫലം ലഭിക്കാനായി നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിന്റെ മുന്നിൽ ഒരു നിഷേധാത്മക പ്രതിച്ഛായ ഉണ്ടാകാം.
ഇത് മുൻപ് തൊട്ട് തന്നെ മനസ്സിൽ കരുത്തേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി പരിശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. അവർക്ക് ഈ സമയം ഒരു മികച്ച അവസരം ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്തുക. ആഴ്ചയുടെ അവസാനത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും നിങ്ങളെ വലിച്ചിഴച്ചേക്കാം. നിങ്ങളുടെ ആത്മസംരക്ഷണ ബോധം നിങ്ങളെ മണ്ടത്തരമായ എന്തും ചെയ്യുന്നതിൽ നിന്ന് തടയും. എന്നാൽ ഒരു ഉറ്റ സുഹൃത്തിനെ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റാൻ നിങ്ങൾ ഇപ്പോഴും ചുവടുവെക്കേണ്ടി വരും. ജോലിസ്ഥലത്ത് ആർക്കെങ്കിലും ശാന്തത ആവശ്യമായി വന്നേക്കാം. അതിനാൽ നിങ്ങളുടെ പരമാവധി ചെയ്യുക. ചൊവ്വ അഷ്ടമഭാവത്തിൽ നിന്നും മാറിയത് ഒട്ടൊക്കെ ആശ്വാസമാണ്. എന്നാൽ ഭാഗ്യഭാവത്തിലെ ചൊവ്വ കേതുയോഗം ഭാഗ്യഭ്രംശത്തിന് കാരണമാകാം. പ്രതീക്ഷിച്ച നേട്ടം കരഗതമാവാൻ വിളംബമുണ്ടാവും. ആത്മിക കാര്യങ്ങൾ മുടങ്ങിയേക്കും. വാരാന്ത്യത്തിന് ഗുണമേറുന്നതാണ്. ധനാഗമം, ബന്ധു സന്ദർശനം, വിരുന്നുകൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അലച്ചിലുണ്ടാവും. സമയനിഷ്ഠ പാളുന്നതാണ്. മറ്റുള്ള ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ വന്നെത്തും. കായികാധ്വാനം വേണ്ടിവരും. കർമ്മമേഖലയിൽ ഊർജ്ജസ്വലതയുണ്ടാവുന്നതായിരിക്കും. നിർദ്ദേശങ്ങൾക്ക് സഹപ്രവർത്തകരിൽ നിന്നും സ്വീകാര്യത കിട്ടുന്നതാണ്. ക്രിയാത്മകത ചിന്തയിലും പ്രവൃത്തിയിലും തെളിയും. ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ സമയബന്ധിതമായി നിർവഹിക്കുന്നതാണ്. ഏജൻസി, കമ്മീഷൻ ലഭിക്കുന്ന ജോലി എന്നിവയിൽ നിന്നും ആദായമുയരും. മകളുടെ ജോലിക്കാര്യത്തിൽ ശുഭവാർത്ത കേൾക്കാനാവും. വൃദ്ധജനങ്ങളെ സന്ദർശിച്ച് അവർക്ക് സമാശ്വാസം പകരും. ചൊവ്വ ബുധൻ ശനി ദിവസങ്ങളിൽ ദേഹക്ലേശമുണ്ടാവാം. ചെലവധികരിക്കുന്നതാണ്. ധനുക്കൂറുകാർക്ക് സമ്മിശ്രഫലം ഉണ്ടാവുന്ന വാരമാണ്. തൊഴിലിടത്തിൽ അവഗണിക്കപ്പെടും. കായികാധ്വാനം ക്ലേശിപ്പിക്കുന്നതാണ്. അനാവശ്യമായ പിടിവാശി കാട്ടും. കലാകാരന്മാർക്ക് തിളങ്ങാനാവും. ഭാവനാത്മകത കൂടും. സഹായ വാഗ്ദാനം കൈവശമെത്തില്ല. മകരക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുന്നതായിരിക്കും. കർമ്മമണ്ഡലത്തിൽ സമാധാനം പുലരും. കുടുംബജീവിതത്തിൽ അനുരഞ്ജന ശ്രമങ്ങൾ ഫലവത്തായേക്കും. അഷ്ടമഭാവത്തിലെ പാപഗ്രഹങ്ങളാൽ ദേഹക്ലേശം അനുഭവപ്പെടുന്നതാണ്. വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ കരുതലുണ്ടാവണം. മകരം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 8ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഈ സമയത്ത് സമ്മർദ്ദത്തിനും ക്ഷീണത്തിനും കാരണമാകും. ഇത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും. അതിനാൽ ഈ സമയത്ത് വിശ്രമിക്കാൻ ശ്രമിക്കുക. ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. നിങ്ങളുടെ വരുമാനത്തിലെ തുടർച്ചയായ വർധനവ് കാരണം ഈ ചെലവുകളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകില്ല. മാത്രമല്ല നിങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കായി കുറച്ച് ചെലവഴിക്കാനും നിങ്ങൾക്ക് കഴിയും. അതിനാൽ വരുമാനവും ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ടാകും. അതിനാലാണ് നിങ്ങളുടെ മനോഭാവവും ഒരു പരിധിവരെ അസ്ഥിരമായി തുടരാം. തൽഫലമായി നിങ്ങളുടെ ഈ മനോഭാവം കാരണം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവരും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ച് മാന്യത പാലിക്കുകയും മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മുൻകാല നിക്ഷേപങ്ങൾ ഏകീകരിക്കുന്നതിനും നിങ്ങളുടെ വരാനിരിക്കുന്ന ഭാവിക്കായി ശരിയായ പദ്ധതികളും തന്ത്രങ്ങളും ഉണ്ടാക്കുന്നതിനും ഈ ആഴ്ച നിങ്ങൾ ശ്രമിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നതിനു മുമ്പ് അനുഭവപരിചയമുള്ള ആളുകളുടെ അഭിപ്രായം തേടേണ്ടതാണ്. നിങ്ങളുടെ യുക്തിസഹമായ കഴിവ് അത്ഭുതകരമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മികച്ച മാനസിക മരുന്ന് ധ്യാനം. ഈ ആഴ്ചയും നിങ്ങൾക്ക് സമയമുണ്ട്. അതിനാൽ രാവിലെയും വൈകുന്നേരവും ധ്യാനിക്കുക. നിലവിലെ ചോദ്യത്തിനുള്ള ഉത്തരം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നൽകിയേക്കില്ല. അതിനിടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ സൗഹൃദങ്ങളും സാമൂഹിക ലിങ്കുകളും ഉറപ്പിക്കുകയും നല്ല ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എല്ലാ ആശയങ്ങളും വികസിപ്പിക്കുകയും ചെയ്യാം. നിങ്ങളുടെ പദ്ധതികൾ തടസ്സപ്പെട്ടേക്കാം എന്നതിനാൽ ആരുടെയെങ്കിലും പുറകിലേക്ക് പോകുന്നതിനു മുമ്പ് 2 തവണ ചിന്തിക്കുക. ധനുക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം ഉണ്ടാവുന്ന വാരമാണ്. തൊഴിലിടത്തിൽ അവഗണിക്കപ്പെടും. കായികാധ്വാനം ക്ലേശിപ്പിക്കുന്നതാണ്. അനാവശ്യമായ പിടിവാശി കാട്ടും. കലാകാരന്മാർക്ക് തിളങ്ങാനാവും. ഭാവനാത്മകത കൂടും. സഹായ വാഗ്ദാനം കൈവശമെത്തില്ല. മകരക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുന്നതായിരിക്കും. കർമ്മമണ്ഡലത്തിൽ സമാധാനം പുലരും. കുടുംബജീവിതത്തിൽ അനുരഞ്ജന ശ്രമങ്ങൾ ഫലവത്തായേക്കും. അഷ്ടമഭാവത്തിലെ പാപഗ്രഹങ്ങളാൽ ദേഹക്ലേശം അനുഭവപ്പെടുന്നതാണ്. വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ കരുതലുണ്ടാവണം. കർമ്മരംഗത്ത് അംഗീകരിക്കപ്പെടും. കാര്യസാധ്യത്തിന് കാലവിളംബം വരില്ല. മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള പലതും അനായാസം ആവിഷ്കരിക്കും. ബിസിനസ്സുകാരുടെ വിപണന തന്ത്രങ്ങൾ ഫലം കാണുന്നതാണ്. കിട്ടാക്കടങ്ങൾ ഭാഗികമായി ലഭിക്കാം. ഗ്രഹാന്തർഭാഗത്ത് മിനുക്കുപണികൾ നടത്തുന്നതാണ്. തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങൾക്ക് മെച്ചമേറും. സുഹൃൽ ബന്ധുസമാഗമം സന്തോഷമേകും. വ്യാഴം വെള്ളി അലച്ചിലുണ്ടാവും. ചൊവ്വയും കേതുവും അഷ്ടമത്തിലാണെന്നതിനാൽ എല്ലാ കാര്യത്തിലും ജാഗ്രത വേണ്ടതുണ്ട്. മകരക്കൂറുകാർക്ക് കൂടുതൽ പ്രയത്നിക്കേണ്ടിവരും. ലക്ഷ്യപ്രാപ്തി അപേക്ഷകളും നിവേദനങ്ങളും ബധിരകർണങ്ങളിൽ പതിച്ചേക്കും. ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. അകാരണമായ ദേഷ്യത്തിനിടെയുണ്ട്. ദാമ്പത്യ സൗഖ്യമുണ്ടാവുന്നതാണ്. കുംഭക്കൂറുകാർക്ക് പ്രണയനിരാസം ഭവിക്കും. കുടുംബജീവിതത്തിൽ അനൈക്യം പ്രകടമാവും. മേലധികാരികൾ തൃപ്തിപ്പെടും വിധം പ്രവർത്തിക്കും. പൊതുവെ ധനസ്ഥിതി ഉയരുന്നതായിരിക്കും.
പണയ വസ്തുക്കളുടെ തിരിച്ചടവ് സാധ്യമാകും. വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതായിരിക്കും. കുംഭം രാശി 0.50 വയസ്സിനു മുകളിലുള്ള രാശിക്കാർക്ക് നാഡീവ്യവസ്ഥയും ദഹനവുമായി ബന്ധപ്പെട്ട മുൻ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അവർ ഒരു നല്ല ദിനചര്യ സ്വീകരിക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ കരകയറ്റാൻ സഹായകമാകും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 2ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക വശം ശക്തിപ്പെടുത്തുന്നതിന് വിശ്വസ്തരായ ഏതെങ്കിലും ആളുകളുടെ ഉപദേശം തേടാം. നിങ്ങളുടെ പദ്ധതി എല്ലായ്പ്പോഴും വിജയിക്കേണ്ടതില്ലാത്തതിനാൽ നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുക. മൊത്തത്തിൽ ഈ ആഴ്ച പതിവിലും മികച്ചതായിരിക്കും. എന്നിരുന്നാലും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കേണ്ടതാണ്. ഈ ആഴ്ച അവരുടെ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ദിശ പല ബിസിനസ് ആളുകളും തിരഞ്ഞെടുക്കും. എന്നിരുന്നാലും ഈ സമയത്ത് കൂടുതലായി റിസ്ക് ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കും. എന്തെങ്കിലും മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനങ്ങളും അനുഭവ പരിചയമുള്ളവരുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു വിദേശ യാത്ര പോകാം. ചുരുക്കത്തിൽ ഈ ആഴ്ച നിങ്ങളെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതിനാൽ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകുക. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തന രീതിയെ മാറ്റിമറിക്കുന്ന പദ്ധതികൾ പിന്തുടരാൻ നിങ്ങൾ തയ്യാറാണെങ്കിലും മുന്നോട്ടു പോകാം. ചെറിയ വിശദാംശങ്ങൾ ഒരു വശത്ത് വയ്ക്കുക. വലിയ ചിത്രം നോക്കാൻ തുടങ്ങുക. നിങ്ങൾ വിദഗ്ധരുമായി കൂടിയാലോചിക്കേണ്ടതുണ്ട്. അതിനാൽ നിങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകളുമായി സംസാരിക്കുക. മകരക്കൂറുകാർക്ക് കൂടുതൽ പ്രയത്നിക്കേണ്ടിവരും. ലക്ഷ്യപ്രാപ്തിക്ക് അപേക്ഷകളും നിവേദനങ്ങളും ബധിരകരണങ്ങളിൽ പതിച്ചേക്കും. ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. അകാരണമായ ദേഷ്യത്തിനിടയുണ്ട്. ദാമ്പത്യസൗഖ്യമുണ്ടാവുന്നതാണ്. കുംഭക്കൂറുകാർക്ക് പ്രണയനിരാസം ഭവിക്കും. കുടുംബജീവിതത്തിൽ അനൈക്യം പ്രകടമാവും. മേലധികാരികൾ തൃപ്തിപ്പെടും വിധം പ്രവർത്തിക്കും. പൊതുവെ ധനസ്ഥിതി ഉയരുന്നതായിരിക്കും. പണയവസ്തുക്കളുടെ തിരിച്ചടവ് സാധ്യമാകും. വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതായിരിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങളോട് എളുപ്പം പൊരുത്തപ്പെടില്ല. മനസ്സ് സങ്കല്പലോകത്തിലായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്നതാണ്. എന്നാൽ സംതൃപ്തിയുണ്ടാവില്ല. പ്രണയികൾക്കിടയിൽ തർക്കം ഏർപ്പെടാം. ബിസിനസ്സുകാർക്ക് ധനലാഭമുണ്ടാവും. വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ ക്ലേശിച്ചേക്കും. മകന്റെ മേൽപ്പടിപ്പ് സംബന്ധിച്ചുള്ള അറിയിപ്പ് ലഭിക്കാം. ഗവേഷകർക്ക് പ്രബന്ധരചനയിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. ദേഹക്ലേശമുണ്ടാവും. വിരുന്നുകളിൽ പങ്കെടുക്കുന്നതാണ്. പലതും ആലോചിച്ചു കൂട്ടും. അനാവശ്യമായ ആദി ഒഴിവാക്കണം. ആത്മവിശ്വാസം കുറയുവാനിടയുണ്ട്. ക്രിയാകുശലത വേണ്ടത്രയുണ്ടാവില്ല. കൂടുതൽ പ്രവർത്തിക്കും. അതിനനുസരിച്ച് ഫലമുണ്ടായെന്നു വരില്ല. വാഹനത്തിന്റെ കേടുപാടുകൾ തീർത്ത് നിരത്തിലിറക്കും. സ്വയം വിമർശനത്തിൽ ആനന്ദിക്കും. കുംഭക്കൂറുകാർക്ക് ദാമ്പത്യത്തിൽ സ്വൈരം കുറയുന്നതാണ്. മീനക്കൂറുകാർക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്താനാവും. ധനപരമായി തരക്കേടില്ലാത്ത കാലമാണ്. ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തും. ആരാധനാലയങ്ങൾ സന്ദർശിക്കും. മീനം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 1ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയം നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് തോന്നുന്നു. ഇതിനൊപ്പം ഈ ആഴ്ചയുടെ മധ്യത്തിൽ ജോലിഭാരം നിങ്ങൾക്ക് വർദ്ധിക്കാം. എന്നാൽ സമ്മർദ്ദം നിങ്ങളുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. ഈ ആഴ്ച വാഹനം ഓടിക്കുന്ന രാശിക്കാർ വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോണിൽ സംസാരിക്കുക, വേഗത കൂട്ടുക തുടങ്ങിയവയിലൂടെ നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാൻ സാധ്യതയുണ്ട്. ഇതിനായി നിങ്ങൾക്ക് കനത്ത പിഴ നൽകേണ്ടിവരും. ഇതിനു പുറമെ നിങ്ങളുടെ സമയവും പാഴാകും. സാമൂഹിക ഉത്സവങ്ങളിലെ നിങ്ങളുടെ പങ്കാളിത്തം സമൂഹത്തിലെ സ്വാധീനമുള്ള നിരവധി ആളുകളുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരങ്ങളെല്ലാം നിങ്ങളുടെ കൈകളാൽ അനുവദിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവയിൽ നിന്ന് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 12ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാശിക്കാർക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടിവരാം. ഈ സമയത്ത് നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങൾക്ക് സാധ്യത ഒരുക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല വരും സമയത്ത് അത് വിജയിക്കുകയും ചെയ്യും. ഇതിനായി നിങ്ങളുടെ അധ്യാപകരോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ തുടക്കം മുതൽ നല്ലതായിരിക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ അസ്വാസ്ഥ്യമുള്ളവരായിരിക്കാം. പ്രശ്നകരമായ എല്ലാ വിശദാംശങ്ങളും അടുക്കാൻ സമയമെടുക്കുന്നതിന് വളരെയധികം കാര്യങ്ങൾ പറയേണ്ടതായി തോന്നുന്നു. പ്രായോഗികമായ അറ്റകുറ്റപ്പണികൾ വൈകിയേക്കാം. എന്നിരുന്നാലും നിങ്ങൾ ഒഴിവുസമയങ്ങൾ സ്വതന്ത്രമാക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിലും വളരെ എളുപ്പത്തിൽ അവ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം. പലതും ആലോചിച്ചു കൂട്ടും. അനാവശ്യമായ ആദി ഒഴിവാക്കണം. ആത്മവിശ്വാസം കുറയുവാനിടയുണ്ട്. ക്രിയാകുശലത വേണ്ടത്രയുണ്ടാവില്ല. കൂടുതൽ പ്രവർത്തിക്കും. അതിനനുസരിച്ച് ഫലമുണ്ടായെന്നു വരില്ല. വാഹനത്തിന്റെ കേടുപാടുകൾ തീർത്ത് നിരത്തിലിറക്കും. സ്വയം വിമർശനത്തിൽ ആനന്ദിക്കും. കുംഭക്കൂറുകാർക്ക് ദാമ്പത്യത്തിൽ സ്വൈരം കുറയുന്നതാണ്. മീനക്കൂറുകാർക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്താനാവും. ധനപരമായി തരക്കേടില്ലാത്ത കാലമാണ്.
ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തും, ആരാധനാലയങ്ങൾ സന്ദർശിക്കും. ജീവിതം കൂടുതൽ ചലനാത്മകമാക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ഉദ്ദേശിച്ച ഗതിവേഗം ഒരു കാര്യത്തിലും കൈവരിക്കാനാവില്ല. ചൊവ്വയും കേതുവും 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ജോലിയിൽ അഭിവൃദ്ധിയുണ്ടാവും. ബിസിനസ് മോശമല്ലാത്ത നിലയിൽ തുടരുന്നതാണ്, എന്നാൽ കൂടുതൽ ധനം നിക്ഷേപിക്കരുത്. രോഗക്ലേശാദികൾക്ക് അല്പം ശമനം വരാം. കൈവായ്പകൾ മടക്കാനായേക്കും. വിദ്യാഭ്യാസ കാര്യത്തിൽ കൃത്യമായ തീരുമാനം കൈക്കൊള്ളും. ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കുന്നതാണ്. ഭൂമി വിൽപ്പനയിലെ തടസ്സം നീങ്ങുന്നതായിരിക്കും. നക്ഷത്രനാഥനായ ബുധന് വ്യാഴയോഗം വന്നതും സ്വക്ഷേത്രസ്ഥിതിയുണ്ടായതും ജീവിതത്തിൽ സ്വൈരം അനുഭവിക്കുകയാണ് എന്നതിന്റെ തെളിവാണ്. രാഹുവും ശനിയും വിപരീത ഭാവങ്ങളിലാണെങ്കിൽ കൂടിയും കാര്യതടസ്സം ഉണ്ടാവില്ല. നിക്ഷേപങ്ങളിൽ നിന്നും കൂടുതൽ ആദായം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുടെ ഉപദേശം ഗുണത്തിനായിട്ടാവും. ഉദ്യോഗസ്ഥർക്ക് താത്കാലികമായ തസ്തിക മാറ്റം സാധ്യമായേക്കും. കർമ്മരംഗത്ത് ഉത്സാഹമുണ്ടാവും. കലാകാരന്മാർക്ക് ശുക്രന്റെ അനുകൂലമൂലം ശോഭിക്കാൻ കഴിഞ്ഞേക്കും.